കടുവകളുടെ എണ്ണം എടുക്കാൻ പോയ വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയെ അടക്കം കാണാതായതിൽ വനംവകുപ്പ് ആശങ്കയിലായി. ബോണക്കാട് ഉൾവനത്തിൽ കുടുങ്ങിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെക്കുറിച്ച് പരിചയമുണ്ടായിരുന്നില്ല. സംഘത്തിന്റെ കയ്യിൽ ഭക്ഷണമോ ടോർച്ചോ ഉണ്ടായിരുന്നില്ല. ഷബീദ് റാവുത്തർ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷബീദ്, ഇങ്ങനെ പരിചയമില്ലാത്ത ഒരു സംഘത്തെയാണോ ബോണക്കാട് പോലെയുള്ള ഉൾവനത്തിലേക്ക് അയച്ചത്? SKN വളരെ പ്രധാനപ്പെട്ട ഈ വാർത്ത നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആശ്വാസകരമായ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഈ കാണാതായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പങ്കുവയ്ക്കുന്ന വാർത്തയാണ്. അതായത് ആശങ്കയിലായിരുന്നു വനംവകുപ്പ്, തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അതിനിടയിൽ ഈ കാണാതായ ഉദ്യോഗസ്ഥർ അവർ ഈ നമ്മുടെ ഈ ബോണക്കാട് അടിവാരം ലക്ഷ്യമാക്കി നടന്നു വരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത് വരുന്നത് ക്യാമ്പ് ഷെൽട്ടറിനടുത്ത് അവരെത്താറായി. അതായത് ബോണക്കാട് നിന്ന് നമ്മൾ ഈ പറയുന്ന ഈ അഗസ്ത്യാർകൂടത്തിലേക്കൊക്കെ ട്രക്കിങ്ങിന് പോകുന്ന ക്യാമ്പ് ഷെൽട്ടറിനടുത്തേക്ക് ഉദ്യോഗസ്ഥർ എത്താറായി എന്നുള്ളൊരു വിവരം കിട്ടുന്നുണ്ട്. അതായത് ഇവരുടെ വയർലെസ് അടക്കം റീഓപ്പൺ ആയി എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ വനംവകുപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആശങ്കയിലായിരുന്നു വനംവകുപ്പ്. കാരണം രണ്ട് സ്ഥലത്തേക്ക് ഈ പോയ ആളുകൾക്ക് കാര്യമായ പരിചയമുണ്ടായിരുന്നില്ല. മാത്രവുമല്ല ഇവർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്നലെ രാത്രി 6 മണിയോടുകൂടിയാണ് ഇവരുടെ അവസാനത്തെ കമ്മ്യൂണിക്കേഷൻ നിലയ്ക്കുന്നത്. അതിനുശേഷം സ്ഥലത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരച്ചിൽ നടത്തുകയായിരുന്നു. ശേഷം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കഴിഞ്ഞ രാത്രിയിൽ അവർക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ ഒരുപക്ഷേ വഴി അറിയാത്ത സാഹചര്യത്തിൽ വലത്തേക്ക് പോയാൽ തമിഴ്നാട് കാടും ഇടത്തേക്ക് പോയാൽ പൊന്മുടി താഴ്വരയുമാണ്. കൂടെ പോരുന്ന വാച്ചർക്ക് മാത്രമാണ് വഴിയെക്കുറിച്ച് കുറച്ചെങ്കിലും ധാരണയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെങ്ങോട്ട് പോകുമെന്ന് ഉറപ്പില്ല. ഏതെങ്കിലും മരത്തിൻ്റെ ഭാഗത്ത്, വലിയ മരങ്ങളുടെ ഭാഗത്തേക്ക് അവർ ഈ രാത്രി കഴിച്ചുകൂട്ടിയ ശേഷം വെട്ടം വീണതിന് ശേഷം, അതായത് വെളിച്ചം വീണതിന് ശേഷം തിരികെ ഇറങ്ങിയതാകാം. ഈ പൊന്മുടി ബോണക്കാട് പ്രദേശങ്ങളിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള കോടയുണ്ട്. അതായത് തിരുവനന്തപുരം നഗരത്തിൽ പോലും വലിയ കോടയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ആ രീതിയിൽ ഈ പൊന്മുടി ഭാഗത്ത് അപ്പോൾ പരസ്പരം കാണാൻ കഴിയാത്തത്ര കോടയുണ്ടാകാം. അതാണ് ഒരുപക്ഷേ ഇവർ ഈ രാവിലെ ആയിട്ടും തിരിച്ചിറങ്ങാത്തത് എന്നുള്ളതായിരുന്നു വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. കാണാതായവർ അവിടെ നിന്ന് നടന്നു വരുന്നു. അതായത് ഇവർ കുടുങ്ങിയ സ്ഥലത്ത് നിന്ന് ക്യാമ്പ് ഷെൽട്ടർ ലക്ഷ്യമാക്കി നടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഓക്കെ, വളരെ സന്തോഷകരമായ വാർത്തയാണ്. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റർ വിനീത, BFO രാജേഷ്, വാച്ചർ രാജേഷ് എന്നിവരെ ബോണക്കാട് വനത്തിനുള്ളിൽ കാണാതായിരുന്നു. ഇവർ കടുവയുടെ കണക്കെടുക്കാൻ പോയതാണ്. ഇവരെ കണ്ടെത്തിയെന്ന സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. അവർ പൂർണ്ണമായും സുരക്ഷയിലാണ്. അവർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടി വ്യാപകമായി തെരച്ചിൽ തുടങ്ങുമ്പോഴാണ് ക്യാമ്പ് ഷെൽട്ടറിനടുത്ത് അവരെ കണ്ടെത്തിയത്. അവർ അവിടെ ക്യാമ്പ് ഷെൽട്ടർ നേരെ അവർ നടന്നു വരുന്നു എന്നാണ് വനംവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഷബീദ് റാവുത്തറെ അറിയിച്ചത്. ഷബീദ്, അവരുടെ മറ്റെന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ വനംവകുപ്പ് വലിയ ആശങ്കയിലായിരുന്നു. കാരണം ഈ പോയ 3 ഉദ്യോഗസ്ഥർ, ആ 3 ഉദ്യോഗസ്ഥർക്കും ഈ ജോഗ്രഫിയെക്കുറിച്ച് കാര്യമായ അറിവുള്ള ആളുകളായിരുന്നില്ല. മാത്രമല്ല ഈ കടുവ സെൻസസിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അതുണ്ടായിരുന്നു. ഇവർ ഈ പോയതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചും ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് വിവരം പങ്കുവച്ചതനുസരിച്ചും ഉച്ചയ്ക്ക് ശേഷം ഇവർ ബേസ് ക്യാമ്പിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി വെള്ളവും ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ച ശേഷം വീണ്ടും മടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ വീണ്ടും കാട്ടിലേക്ക് കയറിപ്പോയത്. അങ്ങനെ കാട്ടിലേക്ക് കയറിപ്പോയപ്പോൾ ഇവർ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷേ ഉദ്ദേശിച്ചത് ലൈറ്റോ അതല്ലെങ്കിൽ ടോർച്ചോ മറ്റ് ഭക്ഷണങ്ങളോ കരുതേണ്ടതില്ല എന്നുള്ളതാണ്. കാര്യം വൈകുന്നേരം തിരിച്ചിറങ്ങാമല്ലോ. പക്ഷേ അവർ ഉൾക്കാട്ടിലേക്ക് പോയി അതിനുശേഷം വഴിതെറ്റുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇവരെ വയർലെസ്സിലടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് വൈകിട്ടോടുകൂടി പാലോട് വനംവകുപ്പ് എന്നുള്ള സംഘവും ബോണക്കാട് ബേസ് സ്റ്റേഷനിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാടിനുള്ളിലേക്ക് തിരച്ചിൽ നടത്തി. എന്നാൽ ഇരുട്ട് വീണതോടുകൂടി ആ തിരച്ചിൽ അവസാനിപ്പിച്ചു. അതിനുശേഷം ഇവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, അതായത് ഇവരുടെ വയർലെസ് ഓൺ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വനംവകുപ്പ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതിനുശേഷം നമുക്കറിയാം, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ആ ജോഗ്രഫിയിൽ ഈ ബോണക്കാട് കോവിഡ് കാലത്ത് നമ്മൾ തന്നെ അവിടുത്തെ ടവർ ഇല്ലാത്തതും വിദ്യാഭ്യാസം വഴിമുട്ടുന്നതുമായ വാർത്തകൾ കൊടുത്തതാണ്. അവിടെ ഇപ്പോഴും ഈ ടവറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. റേഞ്ച് കിട്ടുന്ന പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അടക്കം പൂർണ്ണമായും അവിടെ പ്രശ്നമുണ്ടാകാറുണ്ട് സാധാരണഗതിയിൽ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകളോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാതായതായിരുന്നു ആശങ്ക. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ഈ ബോണക്കാട് നിന്ന് റേഞ്ച് കിട്ടി നമ്മളോട് ഈ വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് എങ്ങനെ പോലും 20 മിനിറ്റിലധികം സമയമെടുക്കും. അപ്പോൾ 20 മിനിറ്റിന് മുൻപ് ഇവർ ഈ പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റവരുമായി നടത്തി, അതായത് കാട്ടിലകപ്പെട്ട ഉദ്യോഗസ്ഥരുമായി നടത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ അവരിപ്പോൾ ഏതായാലും ബേസ് ക്യാമ്പിന് താഴെയുള്ള ഷെൽട്ടറിലേക്ക് നടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിരുന്നു കടുവ സെൻസസിനായി ബോണക്കാട് കാട്ടിലേക്ക് പോയത്. പാലോട് റേഞ്ച് ഓഫീസിലെ വനിതാ ഫോറസ്റ്റർ വിനീത, BFO രാജേഷ്, വാച്ചർ രാജേഷ് എന്നിവരെയായിരുന്നു കാണാതായത്. ഇപ്പോൾ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അവർ ബേസ് ക്യാമ്പിലെ ഷെൽട്ടറിന്
കണ്ടെത്താനിടത്തേക്ക് നടന്നെത്തുന്നുണ്ട്. വനംവകുപ്പ് വലിയ ആശങ്കയിലായിരുന്നു. DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, പാലോട് DFOയും പാലോട് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി ഇവർക്കായി തിരച്ചിൽ കാട്ടിലേക്ക് തുടങ്ങുകയായിരുന്നു. ആദ്യ സംഘം പോയി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത ബോണക്കാട് നിന്ന് വരുന്നത്. SKN. ഓക്കെ, എന്തായാലും താങ്ക് യു ഷഫീദ് റാവുത്തർ. നല്ല വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആശ്വാസമായി കാണും. 3 പേര് കാണാതായ 3 പേരെയും ബോണക്കാട് ഉൾവനത്തിൽ കണ്ടെത്തിയെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് വരുന്നത്. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.